ജൂനിയർ 2010 ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മനോഹരമായ സന്ധ്യയിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ആക്ടർ ജൂനിയറിലെ മിന്നുന്ന താരങ്ങളാണ്. 10 റൗണ്ടുകളിലെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഫൈനലിൽ എത്തിച്ചേർന്നിരിക്കുന്നത് 4 മത്സരാർത്ഥികളാണ്. അതിൽ 3 പേരും തങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞു. ആരായിരിക്കും ബെസ്റ്റ് ആക്ടർ? ജഡ്ജസിന്റെ കൺഫ്യൂഷൻ കൂട്ടാനായി ഇത് അവസാന പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു അഭിജിത്ത്. ലെറ്റ്സ് വെൽക്കം അഭിജിത്ത് ഓൺ സ്റ്റേജ്. അഭിക്കുട്ടാ, എന്തോ എന്താണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്? ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സിനിമാ നടനാൻ മോഹിച്ച് നടക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ചില രസകരമായ സംഭവങ്ങളാണ്. എല്ലാ തവണയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാറുള്ള അഭിജിത്ത് ഇത്തവണയും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അഭി, ആരാണ് ഈ ഐഡിയ പറഞ്ഞത്? അത് പറഞ്ഞോളൂ. എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനാണ്. ഇന്നെങ്കിലും അച്ഛൻ കൂടെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? അഭിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി പോകുന്ന അഭിയുടെ അച്ഛൻ ഇന്നാദ്യമായി മകന്റെ പ്രകടനം നേരിട്ട് കാണാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇനി നമുക്ക് നമ്മുടെ കണ്ണുകളും കാതുകളും അഭിജിത്തിന് നൽകാം. വിധി പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Second runner-up is Irfan Kamal. First runner-up Sri Kuti. Best Actor 2010 goes to Yes, it's Abhijit. ഇപ്പൊ എന്താ അഭിക്ക് എല്ലാരോടും പറയാനുള്ളത്? അത് എനിക്കെൻ്റെ അച്ഛനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കണം. തീർച്ചയായും നമുക്ക് നിറഞ്ഞ മനസ്സോടെ തന്നെ അഭിയുടെ അച്ഛനെ വേദിയിലേക്ക് വിളിക്കാം. സർ, could you please come on stage? Sir, please. നമസ്കാരം. ഇതിനേക്കാളും വലിയൊരു വേദിയിൽ ഇതിനേക്കാളും വലിയൊരു സമ്മാനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. ചെറുപ്പം മുതലേ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം പോയി. ഞാൻ ഇങ്ങനെയൊക്കെ ആയി കാണണമെന്ന് ആഗ്രഹിച്ചാരും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ഇപ്പം എൻ്റെ മോൻ്റെ മെച്ചത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്.
എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇവനെ കൂടെ ഞാൻ നേടിയെടുക്കും. അതിൻ്റെ തുടക്കമാണ് ഇവിടെ കിട്ടിയ അംഗീകാരം. എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ച, അവനെ ഒരുപാട് സ്നേഹിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. കൺഗ്രാലേഷൻസ്. ശരി, നന്നായി വരും. അപ്പം ശരി. ഹായ്. ഹലോ സാർ, യെസ്, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. സാർ, അത് സാറിൻ്റെ പുതിയ സിനിമയിൽ എനിക്കൊരു വേഷം. സർ, പടം സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിക്കാം. ശരി, കൊണ്ടുപോയിക്കോടോ. എല്ലായിടത്തും നല്ല റിപ്പോർട്ടാ. അങ്ങനെ സാറിന്റെ അക്കൗണ്ടിൽ വീണ്ടും ഒരു ഹിറ്റും പുതിയൊരു താരവും. ആരും ആരുടെ അവകാശികളല്ലടോ. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും, അതൊരു നടനാണ്. മാഷേ